മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് രാവിലെ മുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനുമോൾ. ആരോടും മിണ്ടുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല. അനുമോൾക്ക് കിച്ചൻ്റെ മുഴുവൻ അധികാരവും അനുമോൾക്ക് തന്നെ വേണമെന്നാണ്. 18 പേർക്കും ഫുഡ് വെക്കാൻ അനുമോൾ ഒറ്റരാൾ മാത്രം മതി എന്നാണ് അനുമോൾ പറയുന്നത്. എന്നാൽ ഹെൽപ്പിന് വേണ്ടി ശരത്ത്, റെന ഫാത്തിമേനെയും കൂടി കിച്ചണിൽ ഇടുന്നുണ്ട്. അതെന്തായാലും അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അനുമോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറി. ശരിക്കും മാറിയതല്ല, ശരത്ത് മാറ്റി ഇപ്പോൾ വെസൽ ടീമിലാണ് അനു ഉള്ളത്. എന്നാൽ രാവിലെ തന്നെ ഒരിടത്ത് മാറി ഒറ്റയ്ക്കിരുന്ന് ഒരു ജോലിയും ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ നടക്കുകയായിരുന്നു. പലരും വന്ന് പുറകെ വിളിക്കുന്നുണ്ട്. അക്ബർ വന്ന് വിളിക്കുന്നുണ്ട്, ശരത്ത് വന്ന് വിളിക്കുന്നുണ്ട്, ഷാനവാസ്, ഷൈത്തിയൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്. അവസാനം കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആയപ്പോൾ ആരും മൈൻഡ് ചെയ്യാതെയായി. പിന്നെ പുള്ളിക്കാരി ഒറ്റയ്ക്കായി. രാവിലെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ശൈത്യയും ഇനി നീ ഫുഡ് കഴിക്കാതെ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ് ശൈത്യയും പോയി. അവസാനം എന്തായാലും അനുമോള് മറ്റുള്ളവരോട് അങ്ങോട്ട് പോയി മിണ്ടി തുടങ്ങിയിട്ടുണ്ട്. മിണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുമോളുടെ ആ ഗ്യാങ്ങിലുള്ള 1-2 പേരോടാണ് മിണ്ടിയത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ലൈവിൽ ആദിലയോടും നൂറയോടും സംസാരിക്കുന്ന അനുമോളെ കാണാം. അനുമോളെ ഇന്നലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയാണ്, നിൻ്റെ ഭാഗത്തും കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഫുഡിൻ്റെ കാര്യമല്ല അനുമോളെ, ഒന്ന് നിനക്ക് ഇന്നലെ ക്ഷമിക്കാമായിരുന്നു എന്ന് ആദില ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ അത് സമ്മതിക്കുന്നില്ല. അനുമോൾ പറയുന്നുണ്ട്, നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്ബർ വേണമെന്ന് കരുതിയാണ് നമ്മുടെ പാത്രത്തിൽ കൈയിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞങ്ങളിവിടെ എല്ലാവരുടെയും പാത്രത്തിൽ കൈയിടാറുമുണ്ട്, ഞാൻ കൊടുക്കാറുമുണ്ട്, ഞാൻ കൈയിടാറുമുണ്ട്, അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ ആരുടെയും പാത്രത്തിൽ കൈയിടാറില്ല, ആർക്കും ഞാൻ കൊടുക്കാറുമില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ എന്നോട് എല്ലാവരും പുറകെ വന്നു സംസാരിക്കാൻ വേണ്ടി. ഇനി ഞാൻ എന്തായാലും ഒരു കൈയകലം എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്യും. എല്ലാവരും എൻ്റെ ശത്രുക്കൾ തന്നെയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആകും. പക്ഷേ ഇനി ഇവിടെ വെച്ച് ഞാൻ ഇനി ചതിക്കപ്പെടില്ല. എല്ലാവരുമായിട്ട് ഒരു അകൽച്ചയുണ്ടായിരിക്കും. ഇന്നലെയും രാത്രി അപ്പാനി ശരത്ത് എൻ്റെ പുറകെ വന്നിരുന്നു. വാവുണ്ടാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ സംസാരിച്ചുമില്ല. അതിനുശേഷം പോയി കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് എനിക്ക് തന്നു. എന്നോട് സംസാരിക്കാൻ വേണ്ടി ഓരോ വഴികളുണ്ടാക്കുന്ന, പക്ഷെ ഞാൻ മിണ്ടിയില്ലെന്നൊക്കെ അനുമോൾ ആദിലയോട് പറയുന്നുണ്ട്. ആദില തിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, നീ ഒന്ന് ടാസ്ക്കായിട്ട് നിൻ്റെ വാശി ഒന്ന് കുറയ്ക്കുക, നിൻ്റെ ഈഗോ ഒന്ന് കുറയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അനുമോൾ പറയുന്നത്, ഞാൻ ഇനി ഇവിടെ എത്ര ദിവസത്തോളം നിൽക്കോ അത്രയും ദിവസം ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. എനിക്ക് ആരും ഇവിടെ ചിലവിന് തരാൻ പോകുന്നില്ല. ഞാൻ തന്നെ കഷ്ടപ്പെടണം എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ. ഞാനിനി കരയത്തുമില്ല. ഇനി കരയാൻ തോന്നിയാൽ തന്നെ കട്ടിലിൽ പോയി കിടന്ന് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടന്നേ കരയുള്ളൂ. ഇനി ആരും കാണുക ഞാൻ കരയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നൂറ് അപ്പോൾ പറയുന്നത്, നിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് നീ പെട്ടെന്ന് ട്രിഗറാകും, അതുകൊണ്ടാണ്. അതാണ് ഇവിടുത്തെ ഗെയിമും. നീ അപ്പോൾ ഗെയിം മനസ്സിലാക്കി കളിക്കുക, കുറച്ചും കൂടി സ്ട്രോങ് ആകുക. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ട്രിഗറായ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഇന്ന് രാവിലെയും കൂടി അക്ബർ ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ പഴം എന്നൊക്കെ വിളിച്ച് കളിയാക്കി. ഞാൻ പക്ഷേ ട്രിഗറായില്ലല്ലോ, ഞാൻ ഒന്നും സംസാരിച്ചില്ല, മിണ്ടാതെ തിരിച്ചു വരുമായിരുന്നു ചെയ്തത്. ഞാൻ സ്ട്രോങ് ആയി, ഇനി ഞാൻ എന്തായാലും നന്നായിട്ട് നിൽക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇത് അനുമോളുടെ ഒരു ഡ്രാമയാണോ എന്നും ഡൗട്ടുണ്ട്. കാരണം രാവിലെ മുതൽ ഉച്ചവരെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിട്ട് നടന്നൊരു വ്യക്തി പെട്ടെന്ന് വന്ന് ആദിലയോടും നൂറയോടും മിണ്ടുന്നു, ശൈത്യയോട് പോയി മിണ്ടാൻ ശ്രമിക്കുന്നു. എന്താണ് എന്നറിയില്ല. ചിലപ്പോൾ ക്യാമറ സ്പേസിന് വേണ്ടിയായിരിക്കും. കാരണം അനുവിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പ്രേക്ഷകരായ നമ്മളോടും പറയണമല്ലോ. അനുവിൻ്റെ ഭാഗത്തും ന്യായങ്ങളുണ്ട്, അതും ശരിയാണ്. പക്ഷേ ഈഗോയുണ്ട്, അതും ശരിയാണ്. ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ അനുമോൾക്ക് കിച്ചൺ ടീമിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. കിച്ചൻ്റെ മുഴുവൻ അധികാരവും അനുവിന് വേണമെന്നുള്ളൊരു മനോഭാവമാണ് അനുവിന്. എന്നാൽ ഇന്നലെ ശരത്ത് കിച്ചൺ ടീമിൽ നിന്നും അനുമോളെ മാറ്റിയതും അനുമോൾക്ക് ട്രിഗർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിസൈലിനോടും അനുവിനോടും അക്ബറിനോടും ആ ഒരു ഗ്യാങ്ങിനോട് തന്നെ ഇപ്പോൾ വലിയൊരു വാശിയാണ് അനുമോൾക്കുള്ളത്. ഇനി ഇതെന്താകും? ഇത് അനുമോളുടെ ഡ്രാമയാണോ, അല്ലെങ്കിൽ ഗെയിമാണോ, സ്ട്രാറ്റജിയാണോ, അല്ലെങ്കിൽ അനുമോൾ ഇനിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമോ? എല്ലാം വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.